ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ കറ്റാർ വാഴ. ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു കറ്റാർ വാഴ സലാസ് ആക്കി എടുക്കാം. നമ്മളെപ്പോഴും കുക്കുംബറൊക്കെ വെച്ചിട്ടല്ലേ സലാസ് ഒക്കെ ആക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്നൊരു വെറൈറ്റിയിലാക്കാം. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴ സലാസ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ക്യാരറ്റ്, സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സലാസ് ആക്കാനായിട്ട് ഞാൻ ഏതാണ്ട് കറ്റാർ വാഴൻ്റെ ഒരു പോള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ മുള്ളി രണ്ട് ഭാഗത്തുള്ള മുള്ളും ഇതിൻ്റെ ഈ പച്ച ഇത് കാണുന്നില്ലേ, ഇത് അപ്പുറം ഇപ്പുറം ആയിട്ടുള്ള ഭാഗങ്ങളും കളഞ്ഞ് ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിച്ച് കളയണം. നമുക്കിതിൻ്റെ ഈ വെള്ള ജെല്ല് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കണം. ഇത് നമ്മൾ കറ്റാർ വാഴൻ്റെ ജെല്ല് മാത്രമായിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കണം. കാരണം ഇതിന് ചെറിയ കയ്പ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കറ്റാർ വാഴ ജെല്ല് ഇങ്ങനെ കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ല, ഇങ്ങനെ പറക്കി എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഇങ്ങനെ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തൈര് എടുത്തിട്ടുണ്ട്, നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജെല്ല് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ സലാസിലേക്ക് നമ്മൾ അരിഞ്ഞ് നേരത്തെ വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവോള, ക്യാരറ്റ്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കറ്റാർ വാഴ സാൾട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.